വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ വീണ്ടും നമ്മുടെ ശ്രദ്ധ തിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 8-ാമത്തെ വാക്യം മുതൽ നമ്മൾ വീണ്ടും വായിക്കാം. നമ്മൾ സ്മുർന്നയിലെ സഭയുടെ ദൂതൻ എഴുതുക എന്ന് പറഞ്ഞ വേദഭാഗമാണ്. സ്മുർന്ന സഭയ്ക്ക് കൊടുത്ത ദൂതാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 8 മുതലുള്ള വാക്യം താഴോട്ട് വായിച്ചാട്ട്. കർത്താവിന്റെ ദാസനായ യോഹന്നാന് സഭയെക്കുറിച്ച് കൊടുത്ത വെളിപ്പാടുകളാണ് നമ്മൾ വായിച്ചു വരുന്നത്, പഠിക്കുന്നത്. സ്മൃതിയിലെ സഭയ്ക്ക് ദൂത് എഴുതുക എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ ആത്മാവ് കൈമാറുന്ന ഈ ദൂത്, നമ്മളിതിൻ്റെ ആദ്യ ഭാഗങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ചയിൽ, അതിന് മുമ്പത്തെ ഞായറാഴ്ച നമ്മൾ ഒരു ഭാഗം ധ്യാനിപ്പാൻ ഇടയായതാണ്. പ്രത്യേകിച്ച് പീഡനങ്ങളെക്കുറിച്ച്, അവരനുഭവിക്കേണ്ടി വരുന്ന പീഡനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി. അതിൽ ഒരു ഭാഗമാണ് നമ്മൾ അന്ന് പഠിക്കുവാനിടയായത്, ഗവൺമെൻറ്റൽ പെർസിക്യൂഷൻ. ഭരണകേന്ദ്രത്തിൽ നിന്ന് ദൈവജനത്തിനുണ്ടാകുന്ന പീഡനത്തെക്കുറിച്ചാണ് ഞാൻ കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച സംസാരിക്കുവാൻ ഇടയായി. പീഡനത്തെക്കുറിച്ച് പറയുമ്പോൾ വിവിധ തരത്തിലുള്ള പീഡനങ്ങൾ എല്ലാ കാലത്തും ദൈവസഭ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സഭയെക്കുറിച്ച് ദൈവാത്മാവ് പറയുന്ന ദൂത്, നിങ്ങൾക്ക് പീഡനമുണ്ട്, പരീക്ഷയുണ്ട്, അതാർക്കും മാറ്റാനാവില്ല, നിങ്ങൾക്ക് പീഡനമുണ്ട് എന്ന് അവരോട് അരുളി ചെയ്തു. അപ്പോൾ ഒന്നാമത്തത് ഗവൺമെൻറ്റൽ പെർസിക്യൂഷനാണ്. അതായത് ഭരണകേന്ദ്രങ്ങൾ ദൈവജനത്തെ പീഡിപ്പിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. പീഡനത്തിൻ്റെ രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഇക്കണോമിക് പെർസിക്യൂഷനാണ്. സാമ്പത്തിക നിലവാരത്തിൽ അനുഭവിക്കേണ്ടി വന്ന പ്രതിസന്ധികൾ, പരീക്ഷകൾ. നിങ്ങൾ ശ്രദ്ധിക്കണം, അവിടെ നമ്മൾ വായിക്കുന്നു അതിൻ്റെ 9-ാമത്തെ വാക്യം, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും അറിയുന്നു. ദാരിദ്ര്യം അറിയുന്നു. ഐ നോ യുവർ പോവർട്ടി. അപ്പോൾ എന്തുകൊണ്ട് ദാരിദ്ര്യം ഉണ്ടായത്? ദാരിദ്ര്യം ഉണ്ടാകാനുള്ള കാരണം അവരുടെ കയ്യിൽ കാശില്ല, ആഹാരമില്ലാതെ വരുന്ന, ഭക്ഷണം കഴിക്കാൻ കഴിയാതെ, അതിന് മേടിക്കാൻ കഴിയാതെ വരുന്നൊരു സാഹചര്യമാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദാരിദ്ര്യം അറിയുന്നു എന്ന് പരിശുദ്ധാത്മാവ് പറയുമ്പോൾ സാമ്പത്തികമായി ഒരു പീഡനത്തിലൂടെ സ്മുർന്നയിലെ ദൈവമക്കൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി അവർക്ക് നഷ്ടപ്പെട്ടു. ഞാനിതിൻ്റെ മുഖവര പഠിപ്പിച്ച സമയത്ത് പറഞ്ഞു, അവിടെ കച്ചവടത്തിന് വേണ്ടി ട്രേഡ് ഗിൽഡുകളുണ്ട്. ഈ ട്രേഡ് ഗിൽഡുകളുടെ ഭാഗമാകാൻ കഴിയാതെ പോകുന്ന ആളുകൾ, അവർക്കൊരിക്കലും വിൽക്കാൻ പറ്റില്ല, വാങ്ങാൻ പറ്റില്ല, അവരുടെ വ്യവസായം നടത്താൻ പറ്റില്ല, ബിസിനസ് നടത്താൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ വരുമാനമില്ലാതെ പോയി, അവരുടെ ബിസിനസ് തകർന്നു. ബിസിനസ് തകർന്നപ്പോൾ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി അവർക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നിന്റെ ദാരിദ്ര്യം ഞാൻ അറിയുന്നു. എബ്രായ ലേഖനം 10-ാം അധ്യായം 34-ാമത്തെ വാക്യം ഒന്ന് വായിക്കണം. പഴയ കാലഘട്ടത്തിലെ ദൈവസഭ അനുഭവിച്ച ബുദ്ധിമുട്ടുകളാണ് നമ്മൾ വായിക്കുന്നത്. സമ്പത്തുക്കളുടെ അപഹാരം അവർ സന്തോഷത്തോടെ സഹിച്ചു. യേശുക്രിസ്തുവിനെ അറിഞ്ഞതിന്റെ പേരിൽ അവരുടെ നന്മകൾ മുഴുവൻ അപഹരിച്ചുകൊണ്ട് പോയെന്ന്. എന്ന് വെച്ചാൽ നമ്മുടെ പറമ്പിൽ കയറി നമ്മൾ നട്ടത് വേറൊരാൾ കൊയ്തുകൊണ്ട് പോയാൽ നമുക്ക് എന്തോ ഫീലിംഗ് ഉണ്ട്. നമ്മൾ സമ്മതിക്കുമോ? നമ്മൾ സമ്മതിക്കത്തില്ല. നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചത്, നമ്മൾ സമയമെടുത്ത് വളമിട്ടത്, അതിൻ്റെ കള പറിച്ച് കളഞ്ഞത്, അതിൻ്റെ തടം തുറന്ന് വെള്ളം ഒഴിച്ചത്, വളം ഇട്ടത് എന്ന് വേണ്ട, കൃഷി ചെയ്തവർക്കറിയാം. നമ്മൾ ഇതുപോലെയെല്ലാം ചെയ്തിട്ട് അയലൊക്കെക്കാരൻ വന്ന് നമ്മുടെ പറമ്പിൽ നിന്ന്
നമ്മൾ വളർത്തിക്കൊണ്ട് വന്നത് വെട്ടിക്കൊണ്ട് പോയാൽ നമുക്ക് എന്ത് ഫീലിംഗ് ഉണ്ടാവും അല്ലേ? നാട്ടിൽ ഒരു ഈ അടിമ ഉടമ വ്യവസ്ഥയൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഒരു ചെറുമൻ ഒരിക്കലൊരു വാഴ വെച്ചു. ചെറുമന് വാഴ വെക്കാൻ പറ്റില്ല. ചെറുമൻ എന്താ ചെയ്യാൻ പറ്റൂ? യജമാനന്റെ പറമ്പിൽ കൃഷി ചെയ്യാൻ, അവന്റെ കാര്യം നോക്കാനേ അനുവാദമുള്ളൂ. പക്ഷെ ഇവനൊരു വാഴ നട്ടിട്ട് ഈ വാഴ വളർത്തിക്കൊണ്ട് വന്ന് വാഴ വെട്ടാറായപ്പോൾ യജമാനൻ കണ്ട് തൻ്റെ ആൾക്കാരെ വിട്ടിട്ട് ആ വാഴക്കൊല വെട്ടിക്കൊണ്ടുപോയി. അല്ലേ? വാഴക്കൊല എന്ന് പറയുന്നൊരു കവിത നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ചങ്കമ്പുഴയുടെ വാഴക്കൊല. അത് പിന്നെ ഇപ്പോൾ വൈലോപ്പള്ളിയുടെ ആരാണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അതെ, അതിലോട്ടെ. അപ്പോൾ വെട്ടിക്കൊണ്ടുപോയി. അവരുടെ ആ കവിതയിൽ ആ മക്കളുടെ ഒരു കരച്ചിലുണ്ട്. അതിൻ്റെ ആ വികാരപരമായി ചങ്ങമ്പുഴ അവതരിപ്പിക്കുന്ന ആ വികാരഭരിതമായ ചില വരികളുണ്ട്. കുഞ്ഞിനെ വളർത്തുന്ന പോലെ വളർത്തിക്കൊണ്ട് വന്ന, പക്ഷെ ചെറുമൻ ഇത് വളർത്താൻ അനുവാദം ഇല്ലത്രേ. അതുകൊണ്ട് യജമാനൻ ആളെ വിട്ട് ഈ വാഴക്കൊല വെട്ടിക്കൊണ്ടുപോയി. നമ്മളാണെങ്കിൽ സമ്മതിക്കുമോ? ഇല്ല. ദൈവമക്കളെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് ഇതാണ്: സമ്പത്തുക്കളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചു. എളുപ്പമല്ല. ഇതൊക്കെ നമുക്ക് പറയാൻ എളുപ്പമാണ്. കാരണം ഞാനൊരു കാര്യം പറയാം. ഞങ്ങളുടെ വീട്ടിൽ ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാനവിടെ ഇല്ല, എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ ആരാധനയ്ക്ക് പോയിട്ട് മടങ്ങി വന്നപ്പോൾ നമ്മുടെ വീട്ടിലെ കമുകും തെങ്ങും പിന്നെ കുറേ ഉണ്ടായിരുന്ന വാഴയൊക്കെ ഇങ്ങനെ വെട്ടി നിരപ്പാക്കിയിട്ടേക്കുക. അപ്പോൾ ആരോട് ചോദിക്കാനാ? ആരംഗീകരിക്കാനാ? ആര് പറയാനാ? ആരാധനയ്ക്ക് പോയ സമയത്തെ സംഭവം നമുക്ക് കേസ് കൊടുക്കാൻ പറ്റും. ആളുകൾ പറഞ്ഞ് കേസ് കൊടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്കിതിന് പ്രതികരിക്കാൻ പറ്റും. പറ്റത്തില്ല. അപ്പൊ ഇത് കർത്താവിനെ സേവിക്കുന്ന ദൈവമക്കളോടുള്ളൊരു പോരാ. സമ്പത്തുക്കളുടെ അപഹാരം സന്തോഷത്തോടെ സഹിക്കുക. ആരോടും പരാതി പറയേണ്ട. ഇത് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന സംഘർഷങ്ങളെ കുറിച്ചാണ് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. സമ്പത്തുക്കളുടെ അപഹാരം. ദൈവമക്കളെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുകയോ? എല്ലാവരും പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തെ അറിഞ്ഞാൽ, കർത്താവിനെ അറിഞ്ഞാൽ ബുദ്ധിമുട്ട് തീരും, കടം മാറും, വേദന മാറും, രോഗം മാറും, കർത്താവ് പലതിനും പരിഹാരം തരും. അതിൻ്റെ അർത്ഥം സാമ്പത്തിക ബുദ്ധിമുട്ട് നമുക്കുണ്ടാവില്ലെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം എങ്ങനെയാണെന്ന് ഞാൻ പ്രൊവബ്സിലെ സദൃശവാക്യം വായിക്കും. ദൈവമേ, ഞാൻ ധനവാനായി തീർന്നിട്ട്, ദൈവം ആരെന്ന് ചോദിക്കാൻ ഇടവരരുത്. ദരിദ്രനായി തീർന്നിട്ട് നിന്റെ നാമത്തെ തീണ്ടിപ്പാനും എനിക്ക് ഇടവരരുത്. അപ്പം ദൈവം ആവശ്യത്തിലൊക്കെ തരട്ടെ. അങ്ങനെ നമ്മൾ ഈ ഭൂമിയിൽ സംതൃപ്തിയോടെ ജീവിക്കണം. പക്ഷെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് നമ്മൾ ചിന്തിക്കരുത്. ദൈവമക്കൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. എല്ലാവർക്കും സാമ്പത്തികമായി ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകുമെന്നും ചിന്തിക്കല്ലേ. എല്ലാവർക്കും ഒരുപോലെയല്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നമുക്കെല്ലാവർക്കും അനുഭവിക്കേണ്ടതായി വരും. വി ക്യാൻ സഫർ ഫൈനാൻഷ്യലി. സാമ്പത്തികമായി നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കും. കാരണം ഞാൻ എൻ്റെ അനുഭവത്തിൽ നിങ്ങളുടെ അല്ലേ പറയുന്നത്. ജീവിതത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ഞാനിതൊക്കെ പറയുമ്പോൾ കർത്താവിന് മഹത്വം വരണം. അടിമാലിയിൽ ഈ കർത്താവിൻ്റെ ബൈബിൾ പഠിക്കാൻ പോകുന്നതിന് മുമ്പ്, സെമിനാരിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു വർഷത്തോളം അടിമാലിയിൽ ഒരു മിനിസ്ട്രിയുടെ ഭാഗമായിട്ടൊന്ന് വർക്ക് ചെയ്തായിരുന്നു. കുന്നും മലയൊക്കെ ഉള്ള സ്ഥലം. അപ്പോൾ അവിടെ 10 മൈൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. 10 മൈലിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് കയറി പോകണം. ഈ അടിമാലി, ഞാൻ താമസിക്കുന്ന ചാറ്റുവാറ എന്ന സ്ഥലം തൊട്ട്
ഈ 10-ാം മൈലിൽ ഇറങ്ങി പിന്നെ വണ്ടിയില്ല, പിന്നെ ഉള്ളി കിടങ്ങ് നടന്നു പോവാ, നല്ല ദൂരമുണ്ട്. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് വണ്ടിക്ക് പോകും. അങ്ങോട്ട് വണ്ടിക്ക് പോയിട്ട് ഇങ്ങോട്ട് വരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? രാത്രി യോഗം കഴിഞ്ഞേച്ച് നടന്ന് റോഡ് വരെ വരും. റോഡ് വരെ വന്നിട്ട് രാത്രിയിൽ ഈ തമിഴരുടെ വലിയ പാണ്ടിലോറി എന്നാണ് വിളിക്കുന്നത്, പാണ്ടിലോറി ഇങ്ങനെ വരും, അതിന് കൈ കാണിക്കും. എനിക്കാകെ 20 വയസ്സേ ഉള്ളൂ. ഈ വണ്ടി വരുമ്പോൾ കൈ കാണിക്കും, ഈ വണ്ടിയെ കയറും, ചാറ്റുപാറ പോയി ഇറങ്ങും. കാരണം പല പ്രാവശ്യം നടന്നിട്ടുണ്ട്. അന്ന് കേവലം 1 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്താം. പക്ഷേ ഈ 1 രൂപ കൊടുക്കാൻ കയ്യിലുണ്ടായിരുന്നില്ല. അന്നും ഞാൻ കർത്താവിൻ്റെ വേലയിൽ നിൽക്കുക, പഠിക്കാനൊന്നും പോയിട്ടില്ലെന്നുള്ളേ ഉള്ളൂ. ഞാൻ പിന്നെ ചിന്തിച്ചുള്ളൂ, എൻ്റെ ദൈവമേ, അന്ന് ഇവർ വല്ലവരും അങ്ങ് പിടിച്ചുകൊണ്ട് പോയായിരുന്നെങ്കിലോ. കാരണം കയറിയിരിക്കുമ്പോൾ ഈ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അവൻ മുറുക്കി ചുമപ്പിച്ച് അപ്പുറം ഇപ്പുറമൊക്കെ മീശയും പിരിച്ചിരിക്കുന്ന തമിഴന്മാരാ. പക്ഷെ അങ്ങനെയൊന്നും തോന്നാൻ ദൈവം ഇടവരുത്തിയില്ലെന്നുള്ള, ഒന്ന് കരയാൻ പോലും പറ്റത്തില്ലായിരുന്നു. സ്തോത്രം. ഞാൻ പിന്നെ ചിന്തിച്ചിട്ടുണ്ട്, ഇന്ന് അതിനെ പോകുമ്പോൾ പേടിയാവും. എല്ലാവർക്കും സാമ്പത്തിക ഭദ്രത ഉണ്ടാവുമെന്ന് ചിന്തിക്കരുത്. എല്ലാവർക്കും സാമ്പത്തിക ഭദ്രത ഉണ്ടാവില്ല. കർത്താവിനെ അറിഞ്ഞതിൻ്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച ഒത്തിരി പേരുണ്ട്. നിങ്ങൾക്ക് ന്യായമായി നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ലഭിക്കേണ്ട അവകാശങ്ങൾ കിട്ടാതെ പോയിട്ടുള്ളവരുണ്ട്. കർത്താവിനെ അറിഞ്ഞതിൻ്റെ പേരിൽ വലിയ പ്രയാസങ്ങളും സംഘർഷങ്ങളും അനുഭവിച്ചവരൊക്കെ ഇതിനകത്തിരിപ്പുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർ ഇന്നും ഇതിനകത്തിരിപ്പുണ്ട്. ഞാനൊരു കാര്യം പറയാം, എല്ലാവർക്കും സാമ്പത്തികമായ സ്റ്റെബിലിറ്റി ഉണ്ടാകുമെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നില്ല. ദാറ്റ്സ് നോട്ട് ദ വിൽ ഓഫ് ഗാഡ്. പക്ഷെ കർത്താവിന് നമ്മെ അനുഗ്രഹിക്കാനും പറ്റും. സദൃശവാക്യം 13-ാം അധ്യായം 7-ാമത്തെ വാക്യം. സദൃശവാക്യം 13-ാം അധ്യായം 7-ാമത്തെ വാക്യം. ഒന്നുമില്ലാതിരുന്നിട്ടും ധനികനെന്ന് നടിക്കുന്നവനുണ്ട്, വളരെ ധനമുണ്ടായിട്ടും ദരിദ്രനെന്ന് നടിക്കുന്നവരുണ്ട്. നമ്മുടെ മനോഭാവ വിഷയം. കാശുള്ളത് വല്ലവരെയും കാണിക്കാനല്ലെന്നാ പറഞ്ഞേ. നമ്മുടെ പത്രാസ് കാണിക്കേണ്ടതല്ല ദൈവം തന്ന ധനം കൊണ്ട്. കർത്താവ് നിങ്ങൾക്ക് സാമ്പത്തികമായ ഉന്നതി തന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. ദൈവം തന്നിട്ടുള്ള പണം കൊണ്ട് ദൈവത്തിന് മഹത്വം ഉണ്ടാവണം. ധനവാനായ ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ കുറിച്ച് സദൃശവാക്യം പറയുകയാണ്, ഒത്തിരി കാശുണ്ട് പക്ഷേ ദരിദ്രനെന്ന് നടിച്ച് ജീവിക്കുന്ന ഒരാളാണ്. എന്നാൽ ഒന്നും ഇല്ലാത്തവരുണ്ട്, ഒന്നും ഇല്ലാത്തവര് ധനികനെന്ന് നടിക്കുന്നവരുണ്ട്. എന്താ നമ്മുടെ മനോഭാവം? ഏത് രീതിയിലാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത്? സ്തോത്രം. നമ്മുടെ സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യുന്ന ദൈവമല്ലേ? നമ്മുടെ ഏത് സാഹചര്യം. ഞാനൊരു കാര്യം പറയാം, പട്ടിണി കിടന്നിട്ടുള്ളവർ എത്ര പേരുണ്ട് ഇവിടെ? ആഹാരം ഇല്ലാത്തത് കൊണ്ട് വാസമെടുത്ത കാര്യമല്ല ഞാൻ പറയുന്നത്. ആഹാരം ഇല്ലാത്തതുകൊണ്ട് പട്ടിണി കിടന്നിട്ടുള്ള എത്ര പേരുണ്ട്? ലജ്ജിക്കൊന്നും വേണ്ട. ഇന്നിപ്പോൾ നിങ്ങൾ ഇന്ന് പിന്നെ കഴിക്കാൻ വേണ്ടല്ലോ നമുക്ക്. നമ്മളിപ്പോൾ ഗുളികയിലൊക്കെ അല്ലേ നിൽക്കണേ? അല്ല, ആഹാരത്തിന് വകയില്ലാത്തതുകൊണ്ട് പട്ടിണി കിടന്നിട്ടുള്ളവരോ നമ്മൾ പലരും. സ്തോത്രം. അന്ന് ദൈവത്തോട് നമുക്ക് പരാതിയോ അന്ന് ദൈവത്തോട് വല്ല പരിഭവമൊക്കെ തോന്നിയിട്ടുണ്ടോ? കർത്താവ് കരുതുമെന്നുള്ള വിശ്വാസമായിരുന്നില്ലേ? അന്ന് ഈ വാക്യത്തിൻ്റെ ഒക്കെ അർത്ഥം മനസ്സിലായി. ഏതറിയാമോ? അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാ. അന്ന് ഈ വാക്യത്തിൻ്റെ ഒക്കെ അർത്ഥം അതിൻ്റെ ആഴത്തിൽ ദൈവം കരുതുന്ന ദൈവമാണെന്ന്
അനുഭവിച്ചറിഞ്ഞ ദൈവമക്കളൊക്കെ എവിടെയുള്ളത്? ഇല്ലായ്മകൾ അനുഭവിച്ചിട്ടുള്ളവരൊക്കെയാണ് നമ്മൾ. അപ്പം ഞാൻ പറഞ്ഞു, എല്ലാവർക്കും സാമ്പത്തികമായ ഭദ്രതയൊന്നും ഉണ്ടാവണം നിർബന്ധമില്ല. എന്നാൽ അപ്പോൾ തന്നെ നമ്മെ കർത്താവിനെ അനുഗ്രഹിപ്പാനും കഴിയും എന്ന് നമ്മൾ മറക്കരുത്. നമ്മുടെ കൺട്രോൾ ചെയ്യും, നമ്മുടെ സിറ്റുവേഷൻ എല്ലാം കൺട്രോൾ ചെയ്യുന്ന സ്വർഗത്തിലെ ദൈവമാണ്. എല്ലാം കൺട്രോൾ ചെയ്യുന്ന ദൈവമാണ്. ഇന്ന് ഇല്ലായ്മയൊക്കെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് തരാം, കർത്താവ് നിങ്ങളെ സഹായിക്കും. അതല്ലെങ്കിൽ ഏതൊരു സാഹചര്യത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു വഴി ദൈവം തുറന്നു തരും. ഏതെങ്കിലുമൊക്കെ ഒരു വഴി കർത്താവ് തുറന്നു തരാതിരിക്കില്ല. ഏതെങ്കിലും ഒരു വഴി ദൈവം തുറന്നു വരും. എനിക്കറിഞ്ഞുകൂടാ, ഈ ദൂത് ഇല്ലെങ്കിൽ ഈ വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഇതൊരു ദൂതായിട്ട് നിങ്ങൾ അങ്ങ് ഏറ്റെടുക്കണം. ഒരു വഴി കാണുന്നില്ലെങ്കിൽ ഒരു വഴി ദൈവം എനിക്ക് വേണ്ടി തുറക്കുമെന്ന് നിങ്ങൾ വിശ്വസിച്ചോളണം. ഒരു വഴി ദൈവം തുറക്കും. എവിടുന്നാണെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. പക്ഷേ കർത്താവിന് പറയാനുള്ള ഒരു സന്ദേശം, ഏതെങ്കിലും ഒരു വഴി ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കുമെന്ന് നിങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചോളണം. കർത്താവ് വഴി തുറക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ സ്മുർന്നയിലെ സഭയുടെ ഒരു പ്രത്യേകത, അവര് ദരിദ്രനാണ് എന്ന് പറയുമ്പോൾ തന്നെ പറയുന്നു, നീ ധനവാനാ അല്ലേ? അവരാത്മാവിൽ ഭയങ്കര റിച്ച, ധനവാനാ. അവര് സാമ്പത്തികമായി ഒന്നും ഇല്ലെങ്കിലും ഭയങ്കര റിച്ച. അവര് ധനവാനാ. നീ ധനവാനാകുന്നു എന്ന് താനും. കർത്താവ് ഒരു കാര്യം പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 20-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 20-ാമത്തെ വാക്യം. നിങ്ങളുടെ നിക്ഷേപം എവിടെ ശേഖരിക്കണമെന്ന് യേശു പഠിപ്പിച്ചതെന്നാണ്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിൽ തന്നെ നിങ്ങൾ ശേഖരിച്ചു കൊള്ളുക. യേശു കർത്താവ് ശിഷ്യരോട് പറഞ്ഞൊരു കാര്യ, നിങ്ങളുടെ സമ്പത്ത് എവിടെയാവണം? മുകളിലാവണം. ഇവിടുത്തെ ബാങ്ക് നിറഞ്ഞു കിടക്കുന്നതിനേക്കാൾ സ്വർഗത്തിലെ ബാങ്ക് നിറഞ്ഞു കിടക്കണം. അത് നിറയണം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞേ, പുഴു തുരുമ്പ് ഇത് കെടുക്കാതെ കള്ളന്മാർ മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ തന്നെ നിങ്ങളുടെ നിക്ഷേപം ശേഖരിച്ചു കൊള്ളുവീൻ. ആ ബാങ്ക് അങ്ങ് നിറയണം. സ്വർഗത്തിൽ നമ്മുടെ നിക്ഷേപം വളരണം, കൂടണം. 19-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം തന്നെ 19-ാം അധ്യായം 21-ാമത്തെ വാക്യം. 19-21. യേശു അവനോട്, നീ സൽഗുണപൂർണനാകാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ, കർത്താവിൻ്റെ സമ്പത്ത് ഉണ്ടാകണമെങ്കിൽ, സൽഗുണപൂർണനാകണമെന്നുണ്ടെങ്കിൽ, അവൻ ഭയങ്കര മിടുക്കനായിട്ട് യേശുവിൻ്റെ അടുക്ക വന്ന കർത്താവ് ഒറ്റ വാക്കേ പറഞ്ഞു, നിനക്കുള്ളത് മുഴുവൻ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണം. ദരിദ്രർക്ക് കൊടുക്കണം എന്നിട്ട് പറയുന്ന അടുത്ത പദം, സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകാനുള്ള ഒറ്റ വഴി ഇതാ. ഏതാ? നിനക്കുള്ളത് വിറ്റ്. അപ്പൊ നമ്മൾ ചോദിക്കുമ്പോൾ ഞാൻ അവിടെ കയറി കിടക്കും. അതല്ല കർത്താവ് ഉദ്ദേശിച്ചേ. അതല്ല കർത്താവ് ഉദ്ദേശിച്ചേ. നിങ്ങൾക്ക് വീട് വേണ്ടെന്നല്ല കർത്താവ് ഉദ്ദേശിച്ചേ. നിങ്ങൾക്ക് വാഹനം വേണ്ടെന്നല്ല കർത്താവ് ഉദ്ദേശിച്ചേ. നിങ്ങൾക്ക് ആഹാരം കഴിക്കാൻ ഇല്ലാതിരിക്കണമെന്നൊന്നും അല്ല കർത്താവ് ഉദ്ദേശിച്ചേ. എന്ന് വെച്ചാൽ നാളത്തെ ഒരു കാര്യം നടത്താൻ 10 രൂപ നിങ്ങളുടെ ബാങ്കിൽ കിടക്കേണ്ടെന്നും കർത്താവ് ഉദ്ദേശിച്ചില്ല. തെറ്റിദ്ധരിക്കൊന്നും ചെയ്യരുത്. ഇതൊന്നും കർത്താവ് ഉദ്ദേശിച്ചില്ല. എന്നാൽ ഒരുത്തരും കൊടുക്കാതെ കൂട്ടിവെക്കുന്ന പരിപാടിയെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞേ. നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകാൻ നിനക്കുള്ളത് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുക എന്ന് വെച്ചാൽ ഷെയർ ചെയ്യാൻ കഴിയുന്നത് ഷെയർ ചെയ്തോളണം. അത് ഷെയർ ചെയ്യണം. നമ്മൾ ആരാന്നറിയാമോ? സമ്പത്തിൻ്റെ കാര്യവിചാരകന്മാരാണ്. വി ആർ ദ സ്റ്റുവർഡ്സ് ഓഫ് മണി. സമ്പത്തിൻ്റെ കാര്യവിചാരകന്മാരാ. ചില ആളുകൾക്ക് കൂടുതൽ പണം ദൈവം തരും, ചില ആളുകൾക്ക് കുറച്ച് പണം തരും, ചില ആളുകൾ കഠിനാധ്വാനം ചെയ്ത് അല്പമേ ഉണ്ടാവൂ. എത്ര ശ്രമിച്ചാലും ബാക്കിയൊന്നും ഉണ്ടാവാത്തവരുണ്ട്. അതവർ ധാരാളിത്തമായി ചെലവഴിച്ചിട്ടൊന്നും ആവണമെന്നില്ല. ബട്ട് ദേ കനോട്ട് ഗെയിൻ എനിത്തിങ്, മേ ബി ദേ കനോട്ട് ഇൻവെസ്റ്റ് എനിത്തിങ്. അതെന്തു ആകട്ടെ. പക്ഷെ ഒരു കാര്യം, ദൈവം നിങ്ങൾക്ക് ധനം തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നിങ്ങൾക്ക് സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം എന്നാണ് കർത്താവ് പഠിപ്പിച്ചേ.
നിനക്കുള്ളത് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുക, സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം 21-ാമത്തെ വാക്യം, 12-21. നമ്മൾ എങ്ങനെ സമ്പന്നരാകണം? ദൈവ വിഷയമായി സമ്പന്നരാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. കർത്താവ് ഒരു ഉപമ പറഞ്ഞുകൊണ്ട് വരികയാണ്. ഒരു മനുഷ്യൻ ഒരുപാട് ഭൂമി ഉണ്ടായിരുന്നു, നല്ലോണം വിളഞ്ഞു. അപ്പൊ ഇതെല്ലാം അവനെ കൊയ്തെടുത്ത് അവന്റെ ബാണി കൂട്ടി വെച്ചിട്ട് ഇവൻ പറയുകയാണ്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാവുമല്ലോ. പക്ഷെ ദൈവം മുകളിലേക്ക് നോക്കുന്നില്ലെന്നുള്ള പ്രശ്നം. ദൈവമായിട്ട് ഒരു ബന്ധവുമില്ല. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞ പോലെ ഈ അലൈൻമെന്റ് ശരിയല്ല. കാശാണ് വിഷയം, സമ്പത്താണ് വിഷയം, വേറെ ഒന്നും ഇവിടെ വിഷയമല്ല. ദൈവരാജ്യ വിഷയമല്ല, ദൈവവേല വിഷയമല്ല. ഇല്ലാത്തവനെ കുറിച്ച് യാതൊരു കൺസേണും ഇല്ല. ദൈവ വിഷയമായി സമ്പന്നരല്ല. വേറെ ഒത്തിരി കാര്യത്തിൽ സമ്പന്നരാ, പക്ഷെ കർത്താവിൻ്റെ കാര്യത്തിൽ സീറോയാ. അപ്പോൾ കർത്താവോട് ചോദിക്കുന്നൊരു ചോദ്യം ഇതാ, മൂഢ, നിന്റെ ആത്മാവിനെ ഇന്ന് രാത്രി നിന്നോട് ചോദിച്ചാൽ നിത്യത നീ എവിടെ ചെലവഴിക്കും? അതല്ല ഏറ്റവും വലിയ ഗൗരവമായ ചോദ്യം. എവിടെയാ നിത്യത? എവിടോട്ടാ ഈ പോന്നേ? എനിക്കറിയാം, ഇവിടെ കർത്താവിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന, ഒരുപാട് കാശ് മുടക്കുന്ന ഒത്തിരി ദൈവമക്കളുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളെല്ലാം സല്യൂട്ട് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവം തന്നതുകൊണ്ട് ഷെയറിങ് നടക്കുന്നില്ലെങ്കിൽ ഓർത്തോളണം, നമ്മുടെ അലൈൻമെന്റിന് എവിടെയോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയം മാത്രം രക്ഷിക്കപ്പെട്ട പോരാ, പേഴ്സും കൂടെ രക്ഷിക്കപ്പെടണം. പേഴ്സ് രക്ഷിക്കപ്പെടണം. ഈ പേഴ്സിൻ്റെ കാര്യം വരുമ്പോഴാണല്ലോ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നത്. പേഴ്സ് രക്ഷിക്കപ്പെടാത്തതുകൊണ്ടാണ് ബുദ്ധിമുട്ട്. കർത്താവിനുള്ളത് കർത്താവിനുള്ളതാണ്. കർത്താവിൻ്റെ, കാരണം നമ്മൾ മലാക്കിയുടെ പ്രവചനമൊക്കെ വായിച്ചു വരുമ്പോൾ പറയുന്നത് നീ കർത്താവിനെ മോഷ്ടിക്കരുതെന്നാ അല്ലേ? കർത്താവിനെ റോബ് ചെയ്യുന്ന ഇംഗ്ലീഷ് വായിക്കുന്നത്. ഡോണ്ട് റോബ്. ദൈവത്തിനുള്ളത് ദൈവത്തിനുള്ളതാവട്ടെ. കർത്താവിനെ സേവിക്കുന്ന, സ്നേഹിക്കുന്ന ദൈവമക്കളെ, സാമ്പത്തികമായ കാര്യത്തിൽ ദൈവവിഷയമായി സമ്പന്നരാകുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. തിരുവെടുത്ത് വായിച്ചു വരുമ്പോൾ ഈ റിച്ച്നെസ്സിനെ കുറിച്ച് പറയുന്ന രണ്ട് കാര്യം കൂടെ ശ്രദ്ധിക്കണം. എഫെസ്യ ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. എഫെസ്യ ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. നമ്മുടെ പൊസിഷൻ എന്താണെന്നാണ് കർത്താവ് പറഞ്ഞത്. നിങ്ങളൊന്നും ഇല്ലെങ്കിലും, നിങ്ങൾ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിലും, യേശുക്രിസ്തുവിനെ അറിഞ്ഞ ഒരു വ്യക്തിയുടെ പൊസിഷൻ ഇതാണ്: സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ പൊസിഷൻ എന്താണെന്നറിയാമോ? ഇന്ന് ഈ ലോകത്ത് നല്ലൊരു വീടില്ലായിരിക്കാം, ഈ ലോകത്ത് നിങ്ങളുടെ ബാങ്കിൽ നിക്ഷേപങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ കർത്താവ് യേശുക്രിസ്തുവിനെ അറിഞ്ഞ ഒരു ഭക്തനെ സംബന്ധിച്ച് ദൈവം അവരെ കാണുന്ന ഇങ്ങനെയാണ്: സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ ദൈവം. നിങ്ങൾ ആരാന്നറിയാമോ? അനുഗ്രഹിക്കണമേന്ന് ഇനി പ്രാർത്ഥിക്കണ്ട. അതല്ല ഇനി പ്രാർത്ഥിക്കണ്ടേ, കാരണം ഓൾറെഡി യു ആർ ബ്ലസ്ഡ്. കർത്താവ് നമ്മെ ഓൾറെഡി അനുഗ്രഹിച്ചു കഴിഞ്ഞു. ഏതാ? സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ദൈവം നമ്മെ അനുഗ്രഹിച്ചു കഴിഞ്ഞു. അതിന് ദൈവത്തിന് സ്തോത്രം. പക്ഷെ നമ്മളിപ്പോഴും ആഗ്രഹിക്കുന്ന ഈ അനുഗ്രഹമൊന്നും ഒരനുഗ്രഹമായിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും കർത്താവേ ഇനി എന്നെ അനുഗ്രഹിക്കണം, ഇനി എന്നെ അനുഗ്രഹിക്കണം എന്ന് പറയുന്നത്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും. അപ്പോൾ തന്നെ പ്രാക്ടിക്കലി റിച്ച് ആവണം. പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 14 മുതൽ 17 വരെ. നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും പിന്നെ
അടുത്ത വാക്യം കൂടെ. സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ള ദൈവമക്കൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവരുടെ പ്രാക്ടിക്കൽ ആസ്പെക്ട് എന്തായിരിക്കുമെന്നാണ് പത്രോസ് പറയുന്നത്. നിങ്ങളുടെ നടപ്പ്, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ഇടപാടുകളെല്ലാം സ്വർഗത്തിന് അനുഗ്രഹം പ്രാപിച്ച ഒരു മനുഷ്യനാണ് വെളിപ്പെടുത്തുന്ന നിലയിലുള്ള ജീവിതമായിരിക്കണം. അതോട് ചേർന്ന് നിങ്ങൾ 4-ാം അധ്യായം കൂടെ വായിക്കണമേ. 4-ാം അധ്യായത്തിൻ്റെ പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 13-14 വാക്യങ്ങൾ കൂടെ. നിങ്ങൾ സന്തോഷിക്കണം. എന്തിലാണെന്നറിയാമോ? ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുവീൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിക്കുവാൻ ഇടയാകും. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്, സന്തോഷം എന്നൊക്കെ പറയുന്നത് ക്രിസ്തുവാണ്, ക്രിസ്തുവിന്റെ കഷ്ടങ്ങളാണ്. യേശു ക്രിസ്തുവിനോട് കൂടെയുള്ള ജീവിതം, കർത്താവിന്റെ സന്നിധിയിലുള്ള ജീവിതം, ഈ ലോകത്തിൽ ഞാൻ ആത്മീയ അനുഗ്രഹങ്ങളാൽ ക്രിസ്തുവിൽ നിറയപ്പെട്ടവനാണെന്നുള്ള ബോധ്യത്തോടെ ജീവിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ആ അനുഗ്രഹം കർത്താവ് നമുക്ക് ഓൾറെഡി തന്നു കഴിഞ്ഞു. സോ പൊസിഷണലി ആൻഡ് പ്രാക്ടിക്കലി. ഞാൻ പറയാറുള്ള പോലെ ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾക്കൊന്നും സ്വർഗത്തിൽ അതിനൊന്നും ഒരു വിലയില്ല. മെറ്റീരിയൽ തിങ്സ് ഹാവ് നോ വാല്യൂ ഇൻ ഹെവൻ എന്നാണ്. ഭൂമിയിലുള്ള ഒരു വസ്തുവിന് സ്വർഗത്തിൽ ഒരു വില, പൊന്നിന് വിലയുണ്ടോ അവിടെ? കാരണം നമ്മളെ വീണ്ടെടുത്തത് രക്തം എന്ന് പറയുന്ന പൊന്നിനേക്കാൾ വിലയേറിയെന്നാണ് പത്രോസിന്റെ ലേഖനം പറയുന്നത്. പൊന്നിന് വിലയിൽ, വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിനകത്ത് ഈ ഭൂമി മുഴുവൻ കൂട്ടിയാൽ കിട്ടുന്ന രത്നങ്ങളെക്കാൾ വലിയ ഡിപ്പോസിറ്റ് ഒറ്റ ഗ്രഹത്തിനകത്തുണ്ട്. അപ്പൊ ഇതിനൊന്നും ഒരു വിലയില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. സ്വർഗത്തിലെ ഈ മെറ്റീരിയൽ തിങ്സിന് ഒന്നിനും വിലയില്ല. ഒരു പിതാവ് ഇന്ന് UAE-യിൽ തൻ്റെ മകന് 18ാമത്തെ ബർത്ത്ഡേക്ക് ഒരു കാറ് മേടിച്ചു കൊടുത്തു. കാറ് ലംബോർഗിനിയാണ്. അതിൻ്റെ വില 5 കോടി. 18 വയസ്സുള്ളൊരു മോന് മേടിച്ചു കൊടുത്ത ഞാനിപ്പോൾ വിചാരിച്ചു, ഇതൊക്കെ ഒരു വാർത്തയാണ്. എൻ്റെ വാർത്ത എന്ന് പറയുന്നത് എന്നാ? ഇത് വല്ല വാർത്തയാണോ? എടാ, വല്ലോൻ്റെ വീട്ടിൽ ബർത്ത്ഡേ നടന്നിട്ട് അപ്പം മോനൊരു സമ്മാനം മേടിച്ചു, അത് നിങ്ങളുടെ പ്രൈവറ്റ് കാര്യം. ഇതൊന്നും ഒരു ന്യൂസ് പേപ്പറിൽ വരേണ്ട വാർത്തയല്ല. iPhone 13 വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം നാട്ടിൽ iPhone 13 ആരാ മേടിച്ചതെന്ന് പറഞ്ഞുകൊണ്ടൊരു ന്യൂസ് ഞാൻ വായിച്ചായിരുന്നു. ഇതൊക്കെ ഒരു വാർത്തയാണോ? ഇതൊന്നും ഒരു വാർത്തയല്ലെന്നേ. ദൈവത്തിന് സ്തോത്രം. ഇതൊന്നും അല്ല വാർത്ത. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ഈ ആളുകളുടെ കണ്ണ് മുഴുവൻ ഈ ഭൗതിക വസ്തുക്കളില്ല. പക്ഷെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇതിനൊന്നിനും ഒരു വിലയില്ല, ഒരു സാധനത്തിനും വിലയില്ല. അപ്പൊ അങ്ങനെ ഒരു കാഴ്ചപ്പാടും ദർശനമൊക്കെ നമ്മുടെ അകത്തുണ്ടാവണം. സ്വർഗത്തിൽ ഇതിനൊന്നിനും ഒരു വിലയില്ലെന്നുള്ള, അതുകൊണ്ടല്ലേ പൗലോസ് പറഞ്ഞു, ഞാനെല്ലാം ചപ്പും ചവറും കണ്ടുവാ. ഈ ലോകത്തിൽ കാണുന്നത് മുഴുവൻ ചപ്പും ചവറും ഗാർബേജാന്നാ പറഞ്ഞു. ലോകത്തിൽ കാണുന്നത് മുഴുവൻ ഗാർബേജാ. എനിക്കിത് വേണ്ട. ഈ ഗാർബേജായ സാധനത്തിന് പിന്നാലെയാണ് ആളുകളോടുന്നത്. നല്ല വസ്ത്രം ധരിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. കാരണം ആളുകളൊക്കെ നോക്കുന്നുണ്ട് ഞാൻ ഇട്ടത് ശരിയാണോ എന്നൊക്കെ ഇപ്പം നോക്കുന്നത്. ഞാൻ പറഞ്ഞില്ല അങ്ങനെയൊന്നും. നല്ല വസ്ത്രമൊക്കെ ധരിക്കണം. താവിൻ്റെ മക്കളെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ മാന്യമായിട്ട് ജീവിക്കണം, നന്നായി ജീവിക്കണം. സ്തോത്രം. അതൊന്നും ഒരു തെറ്റല്ല. ഒരിക്കലും ചിന്തിക്കരുത് പാസ്റ്റർ പറഞ്ഞ നാളെ തൊട്ട് വെള്ളം ഇട്ടുകൊണ്ട് വരുമെന്ന് ഞാൻ പറഞ്ഞില്ല. സോ നന്നായിട്ട് ജീവിക്കണം, മാന്യമായി ജീവിക്കണം. പക്ഷേ അതിൻ്റെ അർത്ഥം ഇതിനൊന്നിനും നമ്മുടെ സ്വർഗത്തിൻ്റെ അനുഗ്രഹവും ആയിട്ടൊന്നും കമ്പയർ ചെയ്യുമ്പോൾ ഒരു വിലയില്ലെന്ന് എപ്പോഴും ഓർത്തോളണം. നമ്മുടെ വ്യക്തിത്വം അളക്കുന്നത്, സ്വർഗത്തിന് നമ്മുടെ അനുഗ്രഹം അളക്കുന്നത്, നിത്യതയിലെ നിക്ഷേപം അളക്കുന്നത് ഇവിടെ എന്നൊക്കെ ഉണ്ടെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. സ്വർഗത്തിൽ നമ്മുടെ മെറ്റീരിയൽ തിങ്സിന് ഒന്നിനും ഒരു വിലയില്ല.
സ്വർഗത്തിൽ വിലയുള്ളത് ഞാൻ ഇവിടെ എന്നെ കർത്താവിന് വേണ്ടി ചെയ്തേ, ഞാൻ എങ്ങനെ കർത്താവിന് വേണ്ടി ജീവിച്ചു, എന്താ എൻ്റെ കർത്താവിനോടുള്ള ബന്ധത്തിൽ ഇവിടെ ആയിരുന്നപ്പോൾ എൻ്റെ മനോഭാവം എന്നായിരുന്നു. സ്വർഗത്തിൽ ഇതെല്ലാം അക്കൗണ്ട് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനെല്ലാം സ്വർഗത്തിൽ അക്കൗണ്ട് ഉണ്ട്. അതുകൊണ്ടാണല്ലോ കർത്താവ് പ്രതിഫലം വിഭാഗിക്കാൻ വേണ്ടി നമ്മളെ വിളിക്കുമ്പോൾ പ്രതിഫലം വിഭാഗിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്ത ഓരോ പ്രവൃത്തിക്കും തക്കവണ്ണമാണ് പ്രതിഫലം കൊടുക്കുന്നത്. അങ്ങനെയാ ദൈവം പഠിപ്പിക്കുന്നത്. ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കിട്ടും. ഈ ഭൂമിയിൽ വെച്ച് കർത്താവിനോടുള്ള ബന്ധത്തിൽ എങ്ങനെ പ്രവർത്തിച്ചോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഫലം വിഭാഗിക്കുന്നത്. അപ്പോൾ കർത്താവ് ഇത് മുഴുവൻ ലെഡ്ജർ ചെയ്തുകൊണ്ടിരിക്കുക, ഇതെല്ലാം എഴുതി വെക്കുന്നുണ്ട്. കർത്താവ് ഇതിനെല്ലാം കണക്കെഴുതി വെച്ചിട്ടുണ്ട്, ഓരോന്നിനും കണക്കെഴുതി വെച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കർത്താവ് നമുക്ക് തരുന്നത് ഈ ഭൂമിയിൽ നമ്മൾ കർത്താവിന് വേണ്ടി എങ്ങനെ ജീവിച്ചു, എങ്ങനെ പ്രവർത്തിച്ചു, എങ്ങനെ ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം സ്വർഗത്തിൽ നമുക്ക് പ്രതിഫലം തരുന്നത്. ഇവിടം വെച്ചിട്ട് ഒരിക്കലും നമ്മൾ താരതമ്യം ചെയ്യരുത്. ഇവിടെ ഒത്തിരി കുമിഞ്ഞു കൂടി വലിയ സമ്പന്നനെന്നൊക്കെ പറയുന്നവർക്ക് സ്വർഗത്തിൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുമെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ദൈവവിഷയമായി സമ്പന്നരാകണം, ദൈവവിഷയമായി സമ്പന്നരാകണം എന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. ഈ പീഡനം ദൈവസഭയ്ക്ക് ഒരിക്കലും ഒരു പ്രശ്നമല്ല. സഭ വളർന്നിട്ടുള്ള പീഡനത്തിലല്ലേ. പീഡനം ദൈവസഭയ്ക്ക് ഒരിക്കലും ഒരു പ്രശ്നമല്ല. ദൈവസഭയ്ക്ക് എന്നാ പ്രശ്നം ഉണ്ടായെന്നറിയാമോ? റിച്ച്നെസ്. ദൈവസഭയ്ക്ക് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ള പ്രശ്നം സമ്പത്താ. ഒരിക്കൽ പോലും പീഡനം കൊണ്ട് ദൈവസഭ തളർന്നിട്ടില്ല, പീഡനം കൊണ്ട് ദൈവസഭ പരാജയപ്പെട്ടു പോയിട്ടില്ല. എന്ന സമ്പത്ത് കുമിഞ്ഞു കൂടിയപ്പോൾ ദൈവസഭയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ രാവിലെ ഓർപ്പിച്ചതുപോലെ ഏറ്റവും സാധാരണ കരയാളുകൾ ഒരുമിച്ച് കൂടി മരത്തണലിലാകട്ടെ, പുഴയുടെ തീരത്താകട്ടെ, ഒരു വൈക്കോലോ ഓലയോ മേഞ്ഞ വീടിനകത്താകട്ടെ, അവരുടെ വീടിന് മുറ്റത്താകട്ടെ, അവര് കർത്താവിനെ ആരാധിച്ചപ്പോൾ അവർക്കൊരിക്കലും കർത്താവല്ലാതെ വേറൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ദൈവസഭയ്ക്ക് പ്രശ്നം വന്നത് എപ്പോഴാണെന്നറിയാമോ? സമ്പത്ത് കൂടിയപ്പോഴാണ്. സമ്പത്ത് കൂടിയത് നമ്മുടെ പ്രശ്നം. ഇതൊരു വലിയ അപകടമാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. പിശാച് ദൈവസഭയെ വഞ്ചിച്ച് കളഞ്ഞതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തെളിവ് നമുക്ക് കാശ് തന്നെന്നുള്ള. ഞാൻ ആദ്യം വീണ്ടും ആവർത്തിക്കുക, പണം ഒരിക്കലും തെറ്റാതെ ഞാൻ പറഞ്ഞില്ല. പക്ഷേ ദൈവനാമത്തിനും ദൈവരാജ്യത്തിനും പണം ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, കർത്താവ് തന്ന നന്മ, സമ്പത്ത് അത് ദൈവസഭയുടെ വളർച്ചയ്ക്കും ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കും പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇത് നമുക്കൊരു കെണിയാണെന്ന് ഓർത്തോളണം. നമുക്കൊരു കെണിയായത്. സ്തോത്രം. യാക്കോബിന്റെ ലേഖനത്തിലേക്കൊന്നും ഞാൻ ഇന്ന് പ്രവേശിക്കുന്നില്ല. യാക്കോബ് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങളിൽ ഒരുവൻ സമ്പന്നൻ, കാശുള്ളവൻ, ധനവാൻ സഭയിൽ വന്ന് അവനെ നമ്മൾ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വന്ന് മുമ്പിൽ കൊണ്ടുപോയി ഇരുത്തും, അല്ലേ? ദൈവസഭയിൽ സമ്പത്തിൻ്റെ പേരിൽ വ്യത്യാസങ്ങൾ പാടില്ലല്ലോ. അതുകൊണ്ട് യാക്കോബ് അങ്ങനെ എഴുതുന്നേ. യാക്കോബ് പറയുന്നോ, ഒന്നുമില്ലാതെ ഒരു സാധാരണ വസ്ത്രം ധരിച്ചുകൊണ്ട് വന്നാൽ അവനോട് പറയും നീ പുറകെ പോയിരിക്കാൻ പറയും. എന്നാൽ നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് പണമുള്ളവർ വന്നാൽ യാക്കോബ് പറയുക നിങ്ങൾ അവനെ മുമ്പിൽ കൊണ്ടുപോയിരുത്തും. ആളാരാന്നൊന്നും നമുക്ക് വിഷയമല്ല. ഒറ്റ ക്രൈറ്റീരിയ, കാശുണ്ടോ എന്നുള്ള. സ്തോത്രം. യാക്കോബ് ഇത്ര കർശനമായിട്ട് എഴുതാൻ കാരണം അന്ന് യാക്കോബ് കണ്ട ചില കാര്യങ്ങളെ മനസ്സിലാക്കി അടിസ്ഥാനപ്പെടുത്തിയാണ് ദൈവദാസൻ അത് എഴുതുന്നത്. പ്രിയമുള്ളവരെ, പലപ്പോഴും ഈ പ്രസംഗന്മാരെയൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ ഇന്നയാൾ ഇന്നോടത്തെ ഇന്നയാളാന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു വലിയ ഇൻട്രൊഡക്ഷനും ഡെസ്ക്രിപ്ഷനൊക്കെ നടത്തി ഒക്കെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ആരാ പ്രിയപ്പെട്ടവരെ? എന്നെ പറയാനാ നമ്മളെക്കുറിച്ച്? ഈ പുസ്തകം കർത്താവ് നമ്മുടെ കയ്യിൽ തന്നു, യേശുവിനെ അറിഞ്ഞെന്നല്ലാതെ വേറെ യാതൊരു യോഗ്യത നമുക്കില്ലെന്ന് ഓർത്തോളണം. നമ്മളെ ആരും പരിചയപ്പെടുത്തില്ല വിചാരിച്ച് സങ്കടപ്പെടുകയും ചെയ്യരുത്. ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല നമുക്ക്.
ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയാം, നമ്മൾ മറ്റൊരാളെ ഉയർത്തി അല്ലെങ്കിൽ അവരെ പരിചയപ്പെടുത്തി അവരെ വലിയവരാക്കി വെച്ച് കർത്താവിനൊരു സ്ഥാനം ഇല്ലാത്ത നിലയിലേക്ക് നമ്മുടെ സമൂഹങ്ങളൊക്കെ മാറിപ്പോകുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ചതിയായിട്ട് ദൈവമക്കൾ മനസ്സിലാക്കണം. നമ്മൾ കർത്താവിൻ്റെ വേലക്കാരാ, കർത്താവിൻ്റെ വയലിലെ വേലക്കാരാ. വയലിൽ കൃഷി ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ടോ? പണ്ട് വയലിൽ കൃഷി ചെയ്യുന്ന ഒരു തൊപ്പിപ്പാളം വെച്ച് ഒരു കുറിയമുണ്ട് കൊടുത്ത് രാവിലെ കൃഷിപ്പണിക്ക് വേണ്ടി ഇറങ്ങുക. ഒരാളും അവരെ അംഗീകരിക്കാനൊന്നുമില്ല. ചെളിക്കണ്ടത്തിൽ പൂട്ടാൻ വേണ്ടി ഇറങ്ങുക, പണിയാൻ വേണ്ടി ഇറങ്ങുക. അവരെ വിളിച്ച പേരാണ് വയലിലെ വേലക്കാര്. കർത്താവിൻ്റെ വേലക്കാരെന്ന് പറഞ്ഞാൽ അവരൊക്കെ ആ ഒരു നിലവാരത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരെ കർത്താവിൻ്റെ വേലക്കാരാ എന്ന് വെച്ചാൽ അവരെ ഇകഴ്ത്തണമെന്നല്ല ഞാൻ പറഞ്ഞേ, താഴ്ത്തണമെന്നല്ല പറഞ്ഞേ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ അവരെ കാണണമെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ എപ്പോഴും ഓർക്കണം, നമ്മൾ ആവശ്യമില്ലാത്ത ബഹുമാനവും സ്ഥാനവും പൊസിഷനും ഒരാൾക്കും കൊടുക്കണ്ട, ഒരാൾക്ക് കൊടുക്കരുത്. ഏതെങ്കിലും സ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കർത്താവിന് കൊടുക്കണം. ദൈവത്തിന് സ്ഥാനം ഇല്ലാത്തതൊന്നും നമ്മുടെ ഇടയിൽ ഉണ്ടാവരുത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, സഭയ്ക്ക് ഒരിക്കലും പീഡനം ഒരു പ്രശ്നമായിരുന്നില്ല. എന്നാൽ സമ്പത്ത് സഭയ്ക്ക് പ്രശ്നമായിട്ടുണ്ട്. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുത് എന്നുകൂടെ ദൈവം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വന്നേ, ഇവർക്ക് ഇക്കണോമിക് പെർസിക്യൂഷൻ ഉണ്ടായി. സാമ്പത്തികമായ പീഡനം ഒന്നുമില്ല, വരുമാനമില്ല, കാശില്ല, ആഹാരത്തിന് വകയില്ല. അവർ ദരിദ്രന്മാരായി മാറി. പക്ഷെ അവരെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പറയുകയാണ്, പക്ഷേ നിങ്ങൾ ധനവാനാണ് താനും. ദൈവവിഷയമായി സമ്പന്നരാവണം. ദൈവവിഷയമായി നമ്മൾ സമ്പന്നരാകുകയും സ്വർഗത്തിൽ നിക്ഷേപം ശേഖരിക്കുവാനും കർത്താവ് നമുക്ക് എല്ലാവർക്കും കൃപ തരട്ടെ. അങ്ങനെ ഒരു തിരിച്ചറിവ് ദൈവം നമുക്ക് തരട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ 1-2 മിനിറ്റ് ചില കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചോളാം. അപ്പം നമ്മൾ പറഞ്ഞത് സാമ്പത്തികമായ ഒരു പീഡനം, അപ്പോൾ ഗവൺമെന്റൽ പീഡനമുണ്ടായി, സാമ്പത്തികമായ പീഡനങ്ങളുണ്ടായി. മൂന്നാമത്തത് റിലീജിയസ് പെർസിക്യൂഷനാണ്, മതപരമായ പീഡനങ്ങൾ. നമ്മൾ വായിക്കുന്ന ആ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. 9-ാം വാക്യം തന്നെ 2-ാമത്തെ ഭാഗം വായിച്ചോ. നീ ധനവാന് താനും. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെയുള്ള ഈ സ്മുർന്നയിലെ ദൈവമക്കളെ കുറിച്ച് ഒരുപാട് ദൂഷണം പറഞ്ഞു. സാത്താന്റെ പള്ളിക്കാരെന്നൊക്കെ പറഞ്ഞ് അവരെ കുറിച്ച് ഭയങ്കര ദൂഷണമാണ്, ബ്ലാസ്ഫമി, റിലീജിയസ് പെർസിക്യൂഷനാണ്. അവരെ കുറിച്ച് ഒരുപാട് ദൂഷണങ്ങൾ, സ്ലാൻഡർ, സ്പീക്കിംഗ് അഗൈൻസ്റ്റ് ദം. ഈ പാവപ്പെട്ട ദൈവമക്കളെ കുറിച്ച് ഒരുപാട് ദൂഷണം പറഞ്ഞു. കാരണം ക്രിസ്ത്യാനികൾക്കെതിരെ വലിയ ശത്രുതയായിരുന്നു ആ കാലഘട്ടത്തിൽ യഹൂദന്മാർക്കുണ്ടായിരുന്നു. യഹൂദന്മാർ ഭയങ്കരമായിട്ട് എതിർത്തു. യഹൂദന്മാരുടെ ഈ എതിർപ്പ്, അതിൻ്റെ ആ തെളിവാണ് സ്മിർന്നയിലെ സഭയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പറയുന്നത്. നിന്നെക്കുറിച്ചുള്ള ദൂഷണങ്ങൾ പറയുന്നത് ഞാൻ അറിയുന്നു. ഇതെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പ്രവർത്തികളുടെ പുസ്തകം 13-ാം അധ്യായം 45-ാമത്തെ വാക്യം. പ്രവർത്തികൾ 13:45. നിങ്ങൾ ശ്രദ്ധിക്കണം, പൗലോസ് പ്രസംഗിക്കുന്നതിന് എതിര് പറയുന്ന യഹൂദന്മാർ ദുഷിച്ചുകൊണ്ട് എന്ന് വെച്ചാൽ എതിർപ്പാണ്. പൗലോസിന്റെ പ്രസംഗത്തെ എതിർക്കുകയാണ്, ദൂഷണം പറയുകയാണ്, ദുഷിച്ചുകൊണ്ട് എതിർത്തു നിന്നു എന്നാണ്. 18-ാം അധ്യായം 6-ാമത്തെ വാക്യം. പ്രവർത്തികളുടെ പുസ്തകം 18-ാം അധ്യായം 6-ാമത്തെ വാക്യം. കർത്താവിന്റെ വചനവുമായിട്ട് ജനത്തിന്റെ ഇടയിൽ ചെല്ലുമ്പോൾ അവർക്കെതിരെ ഭയങ്കരമായ ദൂഷണം, എതിർപ്പ്. കർത്താവിന്റെ ദാസൻ പറയുകയാണ്, ഞാൻ ഇനി നിങ്ങളുടെ ഇടയിൽ നിൽക്കില്ല എന്ന് പറഞ്ഞു പോകുന്നു. 13-ാം അധ്യായം 50-ാമത്തെ വാക്യം. 13:50. യഹൂദന്മാരോ
ഇത് ശ്രദ്ധിക്കുന്ന ആരെ ചെയ്യുന്ന? യഹൂദന്മാർ ചെയ്യാ. ആളുകളെ ഇളക്കി അവരെ അതിരിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. ഒരു നിലയിലും അവർക്ക് ശുശ്രൂഷ ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ അവരെ എതിർത്തു എന്നാണ്. 14-ാം അധ്യായം 2 മുതലുള്ള വാക്യം 7 വരെ വായിക്കണം. കേട്ടോ, വിശ്വസിക്കാത്ത യഹൂദന്മാരോ നമ്മൾ ആ വാക്യങ്ങൾ മുഴുവൻ വായിച്ചു വരുമ്പോൾ യഹൂദന്മാർ ദൈവസഭയ്ക്ക് വിരോധമായി ചെയ്ത വലിയ ഉപദ്രവത്തെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. യഹൂദൻ ഒരിക്കലും ക്രിസ്ത്യാനികളെ ഇഷ്ടമായിരുന്നില്ല. യഹൂദൻ ഒരിക്കലും ഈ ക്രിസ്ത്യാനിറ്റിയെ അവരുടെ ഭാഗമായി അംഗീകരിക്കാൻ പോലും തയ്യാറായില്ല. അപ്പോൾ അത്ര വലിയ ഉപദ്രവം ആ കാലഘട്ടത്തിൽ കർത്തൃദാസന്മാർക്കുണ്ടായി. 17-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളും മറ്റൊരു തെളിവ് നമുക്ക് നൽകി തരുന്നു. 17-ാം അധ്യായം 5 മുതൽ 9 വരെ. കേട്ടോ, യഹൂദന്മാരോ അസൂയ പൂണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, പൗലോസിനും ബർന്നബാസിനും ഒക്കെ എതിരെ യഹൂദന്മാരെ ഇളക്കിവിട്ട ജനസമൂഹത്തെക്കുറിച്ച്, അവർക്കെതിരെ പറഞ്ഞ ദൂഷണത്തെക്കുറിച്ചാണ് പരിശുദ്ധന്മാർ ഇവിടെ ഓർപ്പിക്കുന്നത്. പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: സ്മുർന്ന സഭയിൽ യഹൂദന്മാർ ഈ ക്രിസ്ത്യാനികൾക്ക് വിരോധമായി ദൂഷണം പറഞ്ഞു. എല്ലാ കാലത്തും ഇതുണ്ടായിട്ടുണ്ട്, എല്ലാ കാലത്തും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് കാരണക്കാരൻ പിശാചാണെന്നാണ് സ്മുർന്ന സഭയുള്ള ബന്ധത്തിൽ നമ്മൾ വായിക്കുന്നത്, അല്ലേ? സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ദൂഷണം ഞാൻ അറിയുന്നു. അപ്പോൾ ഇതിനെ പിമ്പ് പ്രവർത്തിച്ചതല്ല പിശാച. ഇനി പക്ഷെ ഒരു കാര്യം ഓർക്കണം, പിശാച് എത്ര പ്രവർത്തിച്ചാലും ദൈവം ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ആ ലിമിറ്റിനപ്പുറത്തേക്ക് പിശാചിന് കടക്കാൻ ദൈവം അനുവദിക്കില്ല. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 10-ാം അധ്യായം 13-ാമത്തെ വാക്യം. വിശ്വാസിയുള്ള ബന്ധത്തിൽ ഈ ലിമിറ്റ് കടക്കാൻ ദൈവം അനുവദിക്കില്ല. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ ദൈവം ഒരു പോക്ക് വഴി ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത്. ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് പോകാൻ ഒരു പീഡനത്തെയും ഒരു പരീക്ഷയും ദൈവം അനുവദിക്കില്ല. കർത്താവിനറിയാം നമ്മുടെ സ്റ്റാൻഡേർഡ് എത്രയാണെന്നും നമ്മുടെ നിലവാരം എത്രയാണെന്നും നമുക്ക് എത്രത്തോളം സഹിക്കാൻ പറ്റുമെന്നൊക്കെ കർത്താവിന് നല്ലോണം അറിയാം. അതിനപ്പുറത്തേക്ക് കടന്നു പോകാൻ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല. ഒരു ലിമിറ്റ് കർത്താവ്. അതുകൊണ്ട് അവിടെ 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാവും. അപ്പോൾ ഒരു ലിമിറ്റ് എന്ന് വേണമെങ്കിൽ എടുത്താൽ മതി. ആ ലിമിറ്റിനപ്പുറത്തേക്ക് കർത്താവ് നിങ്ങളെ കടത്തി വിടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കർത്താവ് ഈ ദൂഷണം പറയുന്ന കാര്യത്തെക്കുറിച്ച് ഇവിടെ പറയുമ്പോൾ, സാത്താൻ്റെ പള്ളിക്കാരായവർ നിങ്ങൾക്കെതിരെ ദൂഷണം പറയുന്നത് ഞാൻ അറിയുന്നു, എന്നാൽ നിങ്ങൾക്ക് സഹിപ്പാനുള്ളത് നിങ്ങൾ പേടിക്കേണ്ട, 10 ദിവസം ഉപദ്രവം ഉണ്ടാകും, അവസാനത്തോളം സഹിച്ചു നിൽക്കാൻ രക്ഷിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തുന്നു. അപ്പം ഈ സഭയോടെ ബന്ധത്തിൽ ദൈവാത്മാവ് കൊടുക്കുന്ന ഈ ദൂത് അവരെ ധൈര്യപ്പെടുത്താൻ പറയുന്ന ദൂത. എന്തു ദൂഷണം പറഞ്ഞാലും നിങ്ങൾ പേടിക്കണ്ട, ഇതിന് ഒരു ലിമിറ്റ് ഉണ്ടെന്നാണ് കർത്താവ് പറഞ്ഞു. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചോളാം. നമ്മുടെ മക്കളെക്കുറിച്ച് വല്ലോരും എന്തെങ്കിലും പറയാൻ നമ്മൾ സമ്മതിക്കുമോ? ആ കുഞ്ഞിന് ഏതൊക്കെ അവസ്ഥയിലൂടെ പൊക്കോട്ടെ, നിങ്ങളുടെ മക്കളെക്കുറിച്ച് ആരെങ്കിലും വേണ്ടാത്തത് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? നമ്മൾ സമ്മതിക്കത്തില്ല. കാരണം നമ്മുടെ മക്കൾ എന്നും നമ്മുടെ മക്കളാണ്. അവരിനി എന്നാ തെറ്റ് ചെയ്തോട്ടെ, അത് നമ്മൾ കൈകാര്യം ചെയ്തോളാം എന്നാണ് പറയുന്നത്. നമ്മുടെ മക്കളെക്കുറിച്ച് വേറെ ആരെങ്കിലും ഒരു ദൂഷണം പറഞ്ഞാൽ നമ്മൾ സഹിക്കില്ല, നമ്മൾ സമ്മതിക്കില്ല. ബിക്കോസ് യു ആർ എ പേരൻറ്റ്. നിങ്ങൾ ചോദിക്കും, നിങ്ങൾ ക്ലാരിഫിക്കേഷൻ പറയും, അല്ലെങ്കിൽ നമ്മൾ പറയും എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയും. ശരിയല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ
ഈ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ആരാ? നിങ്ങൾ ദൈവമക്കളാകുന്നു താനും. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനത്തിൽ അങ്ങനെയാ പറയുന്നത്, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, അങ്ങനെ തന്നെ നാം ആകുന്നു. കർത്താവിന് സ്തോത്രം. അവൻ നമ്മുടെ പദവി എന്ന് പറയുന്നത് യു ആർ എ ചൈൽഡ് ഓഫ് ഗാഡ്. ഞാനൊരു ദൈവ പൈതലാ. ദൈവ പൈതൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്വർഗത്തിലെ അപ്പൻ്റെ മകനാ ഞാനെന്നാ, സ്വർഗത്തിലെ അപ്പൻ്റെ മോളാ ഞാൻ. എന്നെക്കുറിച്ച് ഒരാൾ ദൂഷണം പറയുന്നത് കേട്ടോണ്ടിരിക്കാൻ എൻ്റെ അപ്പ സമ്മതിക്കത്തില്ലെന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം? ഒരു ലിമിറ്റുണ്ട്. കുറേ കാലമൊന്നും പ്രതികരിക്കാതെ വിടും. പക്ഷെ അപ്പം പ്രതികരിക്കാൻ തുടങ്ങിയാൽ പിന്നെ അതിനെ തടഞ്ഞു നിർത്താൻ ആർക്കും പറ്റില്ല. കർത്താവിന് സ്തോത്രം. അപ്പോ സ്വർഗത്തിലെ ദൈവത്തിന് തൻ്റെ മക്കളെ കുറിച്ച് ഭയങ്കര ഉത്തരവാദിത്ത. അതുകൊണ്ടാണ് തിരുവെഴുത്തിൽ വായിക്കുന്നത്, നിങ്ങളെ തൊടുന്നവൻ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടുന്നു. നിങ്ങളുടെ കൃഷ്ണമണിയെ ഒന്ന് തൊടാൻ പറ്റുമോ? വേറെ വല്ലവർക്കും നിങ്ങളുടെ കൃഷ്ണമണിയെ തൊടാൻ നിങ്ങൾക്ക് പറ്റുമോ? അനുവദിക്കോ? പറ്റില്ല പ്രിയരേ. നിങ്ങളെ തൊടുന്നവൻ എൻ്റെ കൃഷ്ണമണിയെ തൊടുന്നു എന്ന കർത്താവ് പറഞ്ഞത്. എല്ലാറ്റിനും ഒരു ലിമിറ്റ് ദൈവം വെച്ചിട്ടുണ്ട്. കർത്താവ് ചിലതിനെയൊക്കെ കുറച്ചു കാലമൊക്കെ ഇങ്ങനെ അഴിച്ചു വിടും, സ്വതന്ത്രമായി വിടും, ദൈവം പ്രതികരിക്കില്ല. പക്ഷെ ദൈവമക്കളെ തൊടുന്നത് എപ്പോഴും ദൈവം നോക്കി നിൽക്കുമെന്ന് ചിന്തിക്കരുത്. ദൈവം പ്രതികരിക്കുമെന്ന് തന്നെ ദൈവമക്കളെ മനസ്സിലാക്കണം. അവൻ പ്രതികരിക്കാതിരിക്കില്ല. നമ്മൾ ദൈവമക്കളാണ്. നമ്മളെ കർത്താവ് തന്നെ മക്കളാക്കിയത്. അപ്പോൾ ഈ ബോധ്യമാണ് സ്മുർന്നയിലെ ദൈവസഭയോട് പരിശുദ്ധാത്മാവ് കൈമാറുന്നത്. അവസാനത്തോളം സഹിച്ചു നിൽക്കുക, പക്ഷെ നിങ്ങളുടെ പീഡനം എല്ലാ കാലത്തും ഉണ്ടാകുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. പ്രിയമുള്ളവരെ, നമ്മളെ ദൈവം വിളിച്ചപ്പോൾ, കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തപ്പോൾ, ദൈവം നമ്മെ ഈ ലോകത്തിലാക്കിയപ്പോൾ എല്ലാം സുഗമമാകും എന്ന് പറഞ്ഞുകൊണ്ടല്ല കർത്താവ് വിളിച്ചത്. കർത്താവ് നമ്മെ വിളിച്ചപ്പോൾ ലോകത്ത് നിങ്ങൾക്ക് ഉപദ്രവമുണ്ട്, കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഗവൺമെൻറ് പെർസിക്യൂഷൻ പറഞ്ഞു, നമ്മൾ ഇക്കണോമിക് പെർസിക്യൂഷൻ പറഞ്ഞു, നമ്മൾ റിലീജിയസ് പെർസിക്യൂഷൻ പറഞ്ഞു. ഒരു കാര്യം കൂടെ അടുത്ത ആഴ്ച ഞാൻ പറഞ്ഞ ആ വേദഭാഗം നമ്മൾ അവസാനിപ്പിക്കും. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ആഴ്ച അതിൻ്റെ ഫൈനൽ പാർട്ട് കൂടെ ഞാൻ സ്മുർന്ന സഭയോടുള്ള ബന്ധത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് രാവിലെ കർത്താവിൻ്റെ സന്നിധി നമ്മൾ വന്നപ്പോൾ ദൈവമക്കൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഉപദ്രവങ്ങൾ ദൈവസഭയുടെ ഭാഗമാണ്. സ്വർഗത്തിൽ ദൈവവിഷയമായി സമ്പന്നരാകുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ മുന്നേറാനിടയാകണം. എല്ലാവരും ദൈവസന്നിധിയുടെ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ ഫോക്കസ് മുഴുവൻ എൻ്റെ കർത്താവായി തീരാൻ എന്നെ അനുവദിക്കണമെന്ന് പറയണം. ജീവിതത്തിൽ എന്തൊക്കെ അനുഭവിച്ചാലും എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റിനപ്പുറത്തേക്ക് കടന്നു പോകാൻ എൻ്റെ ദൈവം എന്നെ അനുവദിക്കില്ലെന്ന് എനിക്കറിയാം. കർത്താവേ, അതുവരെ പിടിച്ചു നിൽപ്പാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി ഇന്ന് രാവിലെ ദൈവമക്കൾ പ്രാർത്ഥിക്കണം.